Hello everyone, welcome back to Salem Learning. It's me Muhammad Shafiq VK, your chemistry teacher. മക്കളെ ആസിഡ് ബേസ് സാൾട്ട് എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കൊക്കെ അറിയാലോ അല്ലേ. എക്സാം ഒക്കെ ഇവിടെ അടുത്ത് വരികയാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന എന്നാൽ കുറേ ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ രണ്ട് ഏരിയകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മക്കൾ നിർബന്ധമായിട്ടും നിങ്ങളിത് നോക്കിപ്പോണം. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ബിക്കോസ് ഇതിലെ കൺഫ്യൂഷൻസ് എന്താണെന്നുള്ളതും ഇത് എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ സാറ് നന്നായിട്ട് പറയാം. നോക്കാം നമുക്ക് ഏതാണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ഓക്കെ, നോക്കിക്കേ, ഇങ്ങനെ ഒരു പിക്ചർ തന്നാൽ തന്നെ നമുക്ക് എന്താണ് ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് മനസ്സിലാകും അല്ലേ. മക്കളെ, ആദ്യമായി സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എടുത്തു വെക്കേണ്ടതുണ്ട്. ഒന്ന്, എന്താണ് ഈ ഒരു കാര്യം മക്കൾ ഓർത്തു വെക്കുക. അതായത് കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ പറഞ്ഞേ? കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ CO3 എന്ന് പറയുന്ന കാർബണേറ്റ്, CO3 എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കാർബണേറ്റ് ആയിരിക്കും കേട്ടോ. അതിനിപ്പുറത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, ഏതെങ്കിലും ഒരു മെറ്റലുകൾ ഉണ്ടാവും CO3 ഇപ്പുറത്ത്. ഈ കാർബണേറ്റുകൾ ഏതെങ്കിലും ഒരു ആസിഡുമായിട്ട് കൂടിച്ചേർന്നാൽ അവിടെ ഏത് ഗ്യാസ് ഉണ്ടായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി മക്കൾ അടുത്ത് പഠിച്ചു വെക്കേണ്ടത്, കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താടാ? ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളം എന്നാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ, ലൈം വാട്ടറിനെ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ അത് എന്ത് നിറമായി മാറും? മിൽക്കി കളറായി മാറും, അഥവാ പാൽ നിറമായി മാറും. ഈ രണ്ട് കാര്യങ്ങൾ മക്കൾ ഓർത്തു വെക്കുക. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു കാർബണേറ്റിലേക്ക് നമ്മൾ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകും. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണോ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ലൈം വാട്ടർ അഥവാ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ അത് മിൽക്കി കളർ അഥവാ പാൽ നിറമായിട്ട് മാറും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ബോയിലിംഗ് ട്യൂബിൽ കാൽസ്യം കാർബണേറ്റ് എടുത്തു. കണ്ടോടാ, കാർബണേറ്റ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, കാൽസ്യം കാർബണേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തു. ഇപ്പൊ തന്നെ മക്കൾക്ക് മനസ്സിലായോ? കാർബണേറ്റ് ആണ്, കാൽസ്യം കാർബണേറ്റ് അല്ലേ. മാർബിൾ എന്ന് പറയുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ആണ്. അതിലേക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ വേഗം കത്തിച്ചോ, ഉണ്ടാകുന്ന ഗ്യാസ് ഏതായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിരിക്കും. ഇനി ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, ഇറ്റ് ത്രൂ എത്തിസിൽ വൺ പാസ് ഇവോൾവിംഗ് ഗ്യാസ് ത്രൂ എ ക്ലിയർ ലൈം വാട്ടർ. നോക്കണേ, ഇങ്ങനെ ഉണ്ടായ ഗ്യാസിനെ അവരെന്തിലൂടെ? ക്ലിയർ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്തു. ഉണ്ടായ വാതകത്തെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടു. അപ്പോൾ മക്കളെ വേഗം മനസ്സിലാക്കുക, കാർബണേറ്റ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? കാൽസ്യം കാർബണേറ്റ് ആവട്ടെ, എന്ത് കാർബണേറ്റ് ആവട്ടെ, അത് ആസിഡുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവട്ടെ, ഏത് ആസിഡ് ആയിക്കോട്ടെ, അവിടെ ഉണ്ടാവുക കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുണ്ടോ നമുക്ക് നോക്കിയാലോ. എന്താണ്? ഡെലിവറി ട്യൂബിലൂടെ പുറത്ത് വരുന്ന വാതകം ഏതാണ്? യെസ്, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് മക്കൾ ആൻസർ ചെയ്യും അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. ഇനി എന്താ? What is your observation when this gas is passed through clear lime water? Okay, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ ഈ വാതകം കടത്തിവിടുമ്പോൾ നമുക്ക് എന്താണ് നിരീക്ഷിക്കാൻ പറ്റുന്നത്? അവിടെ എന്തായി മാറുകടാ? പാൽ നിറമായി മാറും എന്ന് എഴുതണം അല്ലേ. പാൽ നിറമായി മാറും അഥവാ മിൽക്കി കളറായി ടേൺ ചെയ്യും അല്ലേ. ടേൺ മിൽക്കി എന്ന് നമുക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഇക്വേഷൻ കൂടി പഠിച്ച സെറ്റായി, ആ മാർക്ക് നമ്മൾ കയ്യിൽ പോരും. ഓക്കെ മക്കളെ, നോക്കണേ, എന്താണ് ഇവിടെ നമ്മൾ എടുത്ത സാധനം എന്താണെന്ന് ചോദിച്ചാൽ കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ CaCO3 ആണ് അല്ലേ. എന്തിലേക്കാണ് നമ്മൾ ആഡ് ചെയ്തത്? HCl ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്കാണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? നമുക്ക് ഉറപ്പാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവുന്ന ഉറപ്പാണ്. ബാക്കി രണ്ടെണ്ണം നമ്മൾ പഠിച്ചു വെച്ചേക്കാം. ഏതാണ്? H2O അഥവാ വാട്ടർ ഉണ്ടാകും എന്ന് പഠിക്കുക. കൂടാതെ ആരുണ്ടാവുക? CaCl2 അഥവാ ആരാണ്? കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാകും എന്നുള്ളതും നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ മക്കൾ ഒരിക്കലും മറക്കരുത്. വളരെ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊരിക്കലും മക്കൾ ഒഴിവാക്കിയിടരുത്. നല്ല നിലയ്ക്ക് ആൻസർ ചെയ്യണം. നോക്കിക്കേ, ഇതുവരെ 3 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ഈ ചോദ്യം ചോദിക്കാനുണ്ട്. ഇനി ഇതേപോലെയുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേറൊന്നാണ് ഏത്? ഇതും വാതകമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് മക്കൾക്ക് സാറ് ഇതേപോലെ ഇപ്പം പറഞ്ഞ കാര്യം പോലെ തന്നെ സാർ ഒരു കാര്യം പറഞ്ഞുതരാം. മക്കളെ നോക്കിക്കേ, മെഗ്നീഷ്യം പോലെയുള്ള, സിങ്ക് പോലെയുള്ള മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താടാ? ലോഹങ്ങൾ നമ്മൾ ആസിഡുമായിട്ട് മിക്സ് ചെയ്താൽ ഏത് ഗ്യാസ് ഉണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഏത് ഗ്യാസ് ഉണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. മക്കളെ പഠിക്ക്. എന്താണ്? നേരത്തെ എന്തായിരുന്നു?
കാർബണേറ്റ് ആസിഡിലേക്ക് ഇട്ടാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. ഇവിടെ എന്താണ്, മെറ്റലുകൾ ആസിഡിലേക്ക് ഇട്ടാൽ അവിടെ ഏത് ഗ്യാസ് ഉണ്ടാവുക, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ മക്കൾ കേട്ടടാ, ഹൈഡ്രജൻ ഗ്യാസ് ബേൺ ചെയ്യാൻ എന്താ, കത്തും വിത്ത് പോപ്പ് സൗണ്ട്. എന്താ പോപ്പ് സൗണ്ട് എന്ന് വെച്ചാൽ പൊട്ടിത്തെറിച്ച് കത്തുക. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഗ്യാസിന് നമ്മൾ തീ കാണിച്ചാൽ അവിടെ എന്തുണ്ടാവും, പോപ്പ് സൗണ്ടോട് കൂടിയിട്ട് അവിടെ കത്തും. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് H2 വാതകം പോപ്പ് ശബ്ദത്തോടെ കത്തും. ഓക്കെ, റെഡി കത്തും. ഓക്കെ, സെറ്റ് ആണോ? ഈ രണ്ട് കാര്യം മക്കൾ പഠിച്ചു വെക്കുക. ഹൈഡ്രജൻ ഗ്യാസ് ആണോ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക, മക്കളെ കത്തിച്ചാൽ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ച് കത്തും. ഹൈഡ്രജൻ ഗ്യാസ് എപ്പോഴും ഉണ്ടാവുക, ഒരു മെറ്റൽ മെഗ്നീഷ്യോ സിങ്കോ പോലെയുള്ള മെറ്റലുകളെ ആസിഡുമായിട്ട് മിക്സ് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. ഇനി നോക്കിയേ, ഒരു ടെസ്റ്റ് ട്യൂബില് ചെറിയ കഷ്ണം സിങ്ക് എടുത്തു. സിങ്ക് എന്ന് പറഞ്ഞാൽ മെറ്റൽ ആണല്ലോ അല്ലെ. എന്നിട്ട് അതിലേക്ക് എന്താ ഒഴിച്ചത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ച്. അപ്പൊ മക്കൾ ആലോചിക്കുക, മെറ്റൽ, സിങ്ക്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഉറപ്പാണ് അവിടെ ആരുണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവേ. ഓക്കെ, എന്നിട്ട് ആ കത്തുന്നൊരു തീക്കൊള്ളി കൊണ്ട് അതിന്റെ മേലെ കാണിച്ചു. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ അപ്പൊ എന്താണ്, പോപ്പ് ശബ്ദത്തോടെ കത്തി. ഇപ്പൊ കാര്യം കത്തിയോ നോക്കണേ. സിങ്ക് എടുത്തു, എന്നിട്ട് അതിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത്, എന്നിട്ടോ അവിടെ ബേണിങ് നടത്തുകയാണ്. ബേണിങ് മാച്ച് സ്റ്റിക്ക് ദ മൗത്ത് ഓഫ് ടെസ്റ്റ് ട്യൂബ് വിത്ത് പോപ്പ് സൗണ്ട്. ഓക്കെ, പോപ്പ് സൗണ്ടിൽ അത് ബേൺ ചെയ്തു മക്കളെ. ഇനി ചോദ്യങ്ങളിലേക്ക് കടന്നു നോക്കിയാലോ. വിച്ച് ഗ്യാസ് ഈസ് ഇവോൾവ് ഹിയർ, ഇവിടെ ഏത് ഗ്യാസ് ആണ് ഉണ്ടായത്? നമ്മൾ കണ്ണും പൂട്ടി ഇനി ഉത്തരം എഴുതും. ആ ഗ്യാസ് ഏതാണ്, ഹൈഡ്രജൻ ഗ്യാസ്. ഏത് വാതകം ഉണ്ടായത്, ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടായത്. ഇനി അവിടെ ഒരു ഇക്വേഷൻ നിന്നിട്ടുണ്ട് പൂർത്തീകരിക്കാൻ അല്ലേ, വലിയ സംഭവമായിട്ട് നിന്നാ, പക്ഷെ നമ്മൾ എഴുതും. നോക്കണേ മക്കളെ, സിങ്ക് പ്ലസ് HCl ZnCl2 പ്ലസ് ഡാഷ്. മക്കളെ ഉറപ്പാണ്, സിങ്ക് മെറ്റൽ ആണ്, ഇത് ആസിഡ് ആണ്. ഏതായിരിക്കും ആ ഡാഷ് എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പൊ H2 എന്ന് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, എന്താണ് എഴുതേണ്ടത്, H2 ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് എഴുതണം. മക്കളെ മാറിപ്പോകരുത്. ഇതാണ് സാറ് പറഞ്ഞത് കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്നുള്ളത്. വാതകം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ഗ്യാസ് ആണ്, വാതകമാണ്. എപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുക, കാർബണേറ്റിനെ ആസിഡുമായിട്ട് പ്രവർത്തിപ്പിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. എങ്ങനെ അത് തിരിച്ചറിയുക, ലൈം വാട്ടർ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ പാൽ നിറമായി മിൽക്കി കളറായി മാറും. എന്നാലോ നമ്മൾ മെറ്റലിനെ, സിങ്ക് പോലെയുള്ള മെഗ്നീഷ്യം പോലെയുള്ള മെറ്റലുകൾ, ലോഹങ്ങൾ ആസിഡിൽ ഇട്ടാൽ അവിടെ എന്താ ഉണ്ടാവുക മക്കളെ, അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാവുക. അതെങ്ങനെ തിരിച്ചറിയാ, കത്തിച്ചു കൊടുത്താൽ പോപ്പ് ശബ്ദത്തോട് കൂടിയിട്ട് കത്തും. മക്കളെ ഈ കാര്യം നിങ്ങൾ മറന്നു വരുക. അപ്പൊ നോക്കിയേ, നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ സമയത്തിൽ അവിടെ 4 മാർക്കും ഇവിടെ നിങ്ങൾക്ക് 3 മാർക്കല്ലേ 2 മാർക്കും, ടോട്ടൽ 6 അല്ലെങ്കിൽ 8 മാർക്കോളമായി. ഇനി നോക്കിക്കേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആസിഡിന്റെ കുറച്ച് ഗുണങ്ങളെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. താഴെയുള്ളതിലെ ആസിഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെയുള്ളത് ടിക്ക് ചെയ്യാൻ പറഞ്ഞു. ആയിക്കോട്ടെ, നമുക്ക് ടിക്ക് ചെയ്യാം. ആൽക്കലൈൻ ടേസ്റ്റ്, കാര രുചിയുണ്ട്. ആസിഡ് അല്ലല്ലോ, അത് ആൽക്കലി അല്ലേ, അപ്പൊ പറ്റൂല. ടേൺ ബ്ലൂ ലിറ്റ്മസ് റെഡ്. വെരി ഗുഡ്. അത് നോക്കണേ, ABR എന്ന് മക്കൾ ആലോചിച്ച് വെക്കുക. ആസിഡ് ആണെങ്കിൽ മക്കളെ പഠിക്കണേ, ആസിഡ് ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കി മാറ്റും, റെഡ് ആക്കി മാറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ബേസ് ആണെങ്കിൽ റെഡിനെ ബ്ലൂ ആക്കി മാറ്റും. അത് പിന്നെ വേറെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കുന്നത് ആസിഡ് ആണ്, നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കണു. കാർബണേറ്റുകളുമായും പ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഇപ്പൊ പഠിച്ചോളൂ. ആസിഡ് ആണെങ്കിൽ കാർബണേറ്റുമായിട്ട് പ്രവർത്തിച്ചാൽ എന്തുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. അത് നമുക്ക് ടിക്കിടാം. ഓക്കെ, സോപ്പി ടു ടച്ച്, വഴുവഴുപ്പുണ്ട്. ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വഴുവഴുപ്പ് ഉണ്ടാവില്ല, അത് ആൽക്കലിക്ക ഉണ്ടാവുക. അത് ആലോചിച്ചാൽ മതി. സോപ്പൊക്കെ ആൽക്കലി നാച്ചറാണ്. അപ്പൊ സോപ്പി ടു ടച്ച് അതായിരിക്കും, ആൽക്കലി ആയിരിക്കും. ഹാവ് സോർ ടേസ്റ്റ് പറഞ്ഞാൽ എന്താ, പുളി രുചിയുണ്ട്. അത് ആസിഡ് ആണ്. നാരങ്ങ ആലോചിച്ചാൽ മതി, നാരങ്ങ ആസിഡ് ആണല്ലോ, പുളിയല്ലേ. ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ, പറ്റൂല. റെഡ് ലിറ്റ്മസിന് ബ്ലൂ ആക്കുന്നത് ആൽക്കലിയാണ്. പിന്നെന്താണ്, ലിബറേറ്റ് ഹൈഡ്രജൻ ഉണ്ടാകും. ഇതവിടെ ഹൈഡ്രജൻ ഉണ്ടാകും. റിയാക്ട് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് മെഗ്നീഷ്യം ആൻഡ് സിങ്ക്. ഓക്കെ, മെഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയിട്ടുള്ള പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകും. മക്കളെ ഇപ്പൊ പഠിച്ചോളൂ. നമ്മള് ലോഹങ്ങളുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ആരാ ഉണ്ടാക്കുക, നമ്മളുടെ ആസിഡ് ഉണ്ടാക്കുക. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിക്കിടാൻ വേണ്ടി പറ്റും. മക്കളെ 2 മാർക്കോളുള്ള ചോദ്യമാണ്. സോ നമുക്ക് 10 മാർക്കോളുള്ള ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും കൺഫ്യൂസിങ് ആണ്. മക്കൾ ഇത് നല്ല രീതിയിൽ ഇനി ആൻസർ ചെയ്യുന്ന സാർ വിശ്വസിക്കുന്നു. സോ അടുത്ത പ്രാവശ്യം
പ്രാവശ്യം നിങ്ങളുടെ എക്സാമിലേക്കുള്ള ഒരുക്കവുമായിട്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വരും. സോ അതുവരെ നിങ്ങൾ എല്ലാ കാര്യത്തിലും ലൈവായാലും ഇങ്ങനെയുള്ള കണ്ടന്റ് വീഡിയോസിലായാലും എല്ലാം നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടുക. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കൈപിടിച്ച് ഉയർത്തി 10ാം ക്ലാസ്സിൽ ഏറ്റവും മികച്ചൊരു ബാച്ചിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും. സോ അടുത്ത പ്രാവശ്യം വീണ്ടും കാണുവരേക്കും സൈനിങ് ഓഫ്.